അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വീടുകളിൽ സമാധാനം ലഭിക്കാൻ, റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കാൻ, ബർക്കത്ത് ഉണ്ടാകാൻ വീട്ടിൽ സൂക്ഷിക്കേണ്ടതും എഴുതി വെക്കേണ്ടതുമായ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ആദ്യത്തെ ഇസ്മ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു ആയത്താണ്. അന്നഹു മൻ കതബ ലഫ്ളത ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലാ ബാബിൽ ഖാരിജ്, വീട്ടിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൽ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചാൽ അമിന മിനൽ ഹലാക്ക്, ആ വീട്ടിൽ താമസിക്കുന്നവര് നാശത്തിൽ നിന്ന്, ഹലാക്കിൽ നിന്ന് രക്ഷപ്പെടും. നാശനഷ്ടങ്ങൾ ആ വീട്ടിൽ ഉണ്ടാകൂല. ആകാശങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നതും ഭൂമികളിൽ നിന്ന് പൊങ്ങി വരുന്നതുമായ കാലമുസീബത്തുകള്, അപകടങ്ങള്, ദുരന്തങ്ങള്, പ്രയാസങ്ങളിൽ നിന്ന് ആ വീടും ആ വീട്ടിൽ താമസിക്കുന്നവർ രക്ഷപ്പെടും. വൈൻകാന കാഫിറുൻ, അത് കാഫിറാണെങ്കിലും ശരി. കാരണം അന്ന ഫിർഔൻ ലം യുഹ്ലികുഹു അല്ലാഹു സരീഅൻ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, എന്തേ അല്ലാഹുവേ, ഇത്രയും വലിയ ധിക്കാരം കാണിച്ച ഏറ്റവും വലിയ റബ്ബ് ഞാനാണ്, അന റബ്ബുക്കുമുൽ ആല എന്ന് വാദിച്ച ഫിർഔനിനെ നീ എന്തേ ഹലാക്കാക്കാതെ, നശിപ്പിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ റുബൂബിയത്ത് അവന് വാദിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് പോലും അവനെ നശിപ്പിക്കാതെ എന്തെന്ന് മൂസാ നബി ചോദിച്ചപ്പോൾ ലിയന്നഹു കതബ അലാ ബാബിൽ ഖാരിജ്, മൂസാ നബി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൽ എഴുതി വെച്ച് നിങ്ങൾ നോക്കൂ. അല്ലാഹു തആല അലാ മൂസാ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു വഹി ഇറക്കി. ലമ്മാ അറാദ സർഉ വലാകു, അദ്ദേഹത്തെ പെട്ടെന്ന് നശിപ്പിക്കാത്ത കാരണം അൻത തൻദുറു ഇലാ കുഫ്രി, മൂസാ നബി നിങ്ങൾ അദ്ദേഹത്തിന്റെ കുഫറിലേക്കാണ് നോക്കുന്നത്. വഅന അൻദുറു, ഞാൻ നോക്കുന്നു ഇലാ മാ കതബു അലാ ബാബി, അദ്ദേഹത്തിന്റെ വീട്ടിൽ എഴുതി വെച്ച ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ പരിശുദ്ധ വാക്യത്തിലേക്കാണ് ഞാൻ എന്റെ നോട്ടം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, ഒരു കാഫിറിന്റെ വീട്ടിലാണെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചാൽ ആ വീട് ഹലാക്കിൽ നിന്ന് രക്ഷപ്പെടും. ഏതൊരു നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാതെയാണ് തുടങ്ങിയതെങ്കിൽ ആ കാര്യത്തിൽ, ആ തുടങ്ങിയ കാര്യത്തിൽ ബർക്കത്തില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. കുല്ലുംബ്രിഇൻ ദീബാലിൻ ഔ കലാമിൻ ദീബാലിൻ, ഏത് നല്ല കാര്യം, ഏത് നല്ല സംസാരം ലാ യുഫ്തു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാതെയാണ് ആരംഭിച്ചത്, തുടങ്ങിയതെങ്കിൽ അതിൽ ബർക്കത്ത് കുറവാണ്, അതിൽ വിജയം കുറവാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വീട്ടിൽ എഴുതി വെച്ചാൽ, പ്രവേശിക്കുന്ന കവാടത്തിൽ എഴുതി വെച്ചാൽ അവിടെ വലിയ ബർക്കത്തുണ്ട്, വലിയ സമാധാനം ഉണ്ടാകും, വലിയ സന്തോഷം ആ വീട്ടിലുണ്ടാകും. രണ്ടാമത്തെ ഇസ്മ നാം വീട്ടിൽ സൂക്ഷിക്കേണ്ടതും എഴുതി വെക്കേണ്ടതുമായ രണ്ടാമത്തെ ഇസ്മ മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വഖാല ഇബ്നു വഹബ് എന്നുള്ളവർ പറഞ്ഞു, ഖാല ലി അഫ്സുബ്നു മൈസറ, എന്നോട് അഫ്സുബ്നു മൈസറ എന്ന ആള് പറഞ്ഞു, റഅയ്തു അലാ ബാബി വഹബ് ഇബ്നു മുനബ്ബഹ്, വഹബ് ഇബ്നു മുനബ്ബഹിന്റെ വീട്ടിൽ ഞാൻ കണ്ടു, അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രവേശിക്കുന്ന കവാടത്തിൽ ഞാൻ കണ്ടു, മഖ്തൂബൻ മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ഇസ്മി എന്ന ആ മഹത്തായ അള്ളാഹുവിന്റെ നാമം എഴുതി വെച്ച് ഞാൻ കണ്ടു എന്ന് മഹാനായ ഇബ്നു വഹബ് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ രണ്ട് ഇസ്മുകൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഈ ആയത്തും അതുപോലെ തന്നെ മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇത് രണ്ടും പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആന് പറഞ്ഞ ആയത്താണ്. വലൗലാ ദഖൽത ജന്നത ഖുൽത മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, സൂറത്തുൽ കഹ്ഫിലെ 39ാമത്തെ ആയത്ത്. നിങ്ങളുടെ തോട്ടങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന സമയത്ത് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാക്ക് നിങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വലിയ സന്തോഷം നിങ്ങളുടെ തോട്ടത്തിൽ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞില്ല. അപ്പൊ ഇത് രണ്ടും ആയത്താണ്. അപ്പൊ ഈ രണ്ട് ആയത്തുകൾ
നമ്മുടെ വീട്ടിൽ എഴുതി വെച്ചാൽ ബർക്കത്തിന് വലിയ കാരണമാണ്. ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് വലിയ സന്തോഷമുണ്ടാകും, വലിയ വിജയമുണ്ടാകും. അപകടങ്ങളിൽ നിന്ന്, ആഫത്തുകളിൽ നിന്ന്, സിഹിറുകളിൽ നിന്ന്, കണ്ണേരിൽ നിന്ന്, ശൈത്വാനിയത്ത്, റൂഹാനിയത്ത് പോലെയുള്ള എല്ലാവിധ ഷറുകളിൽ നിന്ന് ആ വീടും ആ വീട്ടിൽ താമസിക്കുന്നവരും രക്ഷപ്പെടുമെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ വീടുകളെ എല്ലാവിധ ഹലാക്കിൽ നിന്ന് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ പരിശുദ്ധ നാമത്തിന്റെ ബർക്കത്ത് കൊണ്ട് പാവികളായ സാധുക്കളായ നമ്മെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വിജയിപ്പിക്കട്ടെ, രക്ഷപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.